ലാലീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പക്കാവടയാണ്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 3 കപ്പ് കടലമാവാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 300 ml കപ്പിന് 3 കപ്പ് കടലമാവ്, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ കായപ്പൊടി, 1 ടേബിൾ സ്പൂൺ എണ്ണ, ആവശ്യത്തിന് വെള്ളം, പിന്നെ വറുത്തിടാനുള്ള കറിവേപ്പില. ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടത്. നല്ല പൊടി തന്നെ നമ്മൾ എടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ പൊടിയാണ്. ഇനി ഇതെങ്ങനെ കുഴച്ചെടുക്കുന്നത് നമുക്ക് നോക്കാം. ആവശ്യത്തിന് ഉപ്പ്, ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ഇട്ടേക്കുന്നത്. ബാക്കി എടുത്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കിത് കുഴച്ചെടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ച് കുഴച്ചെടുക്കാം. പക്കാവടയുടെ മാവ് കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇടിയപ്പത്തിൻ്റെ മാവ് കഴിക്കുന്ന പരുവത്തിൽ വേണം ഇത് കുഴച്ചെടുക്കാൻ. അത് പക്കാവട ഉണ്ടാക്കുന്ന ചില്ല് ഇതാണ്, അതിൻ്റെ അച്ച്. ഇനി ഇതിലേക്ക് നമുക്ക് മാവ് നിറച്ച് കൊടുക്കാം. പക്കാവട ഉണ്ടാക്കാനുള്ള എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ നന്നായി ചുറ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒരു സൈഡ് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ പക്കാവട മൂത്ത് വന്നിട്ടുണ്ട്. നല്ലതായിട്ട് മൂത്ത് വരുമ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് കിലുങ്ങുന്ന ഒരു സൗണ്ട് കേൾക്കും. ഇനി നമുക്കിത് എടുത്ത് മാറ്റാം. നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില എണ്ണയിലോട്ടിട്ട്
പക്കാവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വൈകിട്ട് ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്കാണിത്. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.